ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞൊരു ദിവസമായി. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തത്. കാരണം ഞാനിന്ന് ചെയ്ത എംബ്രോയ്ഡറി ഹൂപ്പ് വെച്ചിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് പോലാണ്. അന്നേരം ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ളതാണ്. എൻ്റെ മനസ്സിലൊക്കെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം ക്ലോത്തിലേക്ക് വരച്ചു. എന്നിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു പിക്ചറൊക്കെ വെച്ചാണ് വരച്ചതും എല്ലാം. അപ്പം ഞാനിത് 2 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ അതായത് ഇന്നാണ് ഞാൻ തീർത്തത്. അതുകൊണ്ടാണ് ഇന്ന് താമസിച്ച് വീഡിയോ ഇട്ടത്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പിയൊക്കെ വന്നു. കുഞ്ഞാപ്പി ഉറക്കമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ഫ്ലാഗൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതും കൊണ്ടങ്ങ് പോയി, കരഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു മനസ്സിലെന്ന് പറഞ്ഞാൽ നടുക്കൊരു വലിയ ഫ്ലാഗ്, എന്നിട്ട് 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തായിട്ടൊരു ഫ്ലാഗ്, അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതാണ് ഞാൻ വരച്ചു കൊടുത്തത്. പിന്നെ മണ്ടയ്ക്കായിട്ട് ഒരു റിബൺ പോലെ വന്നിട്ടൊരു ഹാപ്പിന്ന് കൊടുത്തു. അതിൻ്റെ താഴെയായിട്ട് ഇൻഡിപെൻഡൻസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡേ അങ്ങനെ കൊടുത്തു. പിന്നെന്ന് പറഞ്ഞാൽ ഹൂപ്പിൻ്റെ ഇങ്ങനെ ചെയ്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ ബാക്ക്ഗ്രൗണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് ഫുള്ള് യെല്ലോ കളർ വെച്ചിങ്ങനെ ഫുള്ളിങ്ങനെ തുന്നിയിട്ട് ഇവിടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം എൻ്റെ കയ്യിൽ ഓറഞ്ച് ഇല്ലായിരുന്നു. അപ്പം ഞാൻ റെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ റെഡ് ത്രെഡാണ് എടുത്തത്. എന്നിട്ട് ഇത് ചെയ്യുന്നതിനിടയ്ക്ക് 2-3 പ്രാവശ്യം എൻ്റെ കയ്യിൽ കൊണ്ടു. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് 15-ാം തീയതി ആയിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ അന്ന് തന്നെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അന്നേരം ഞാൻ കിടന്ന് ഉറങ്ങി. ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങിയിട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. എന്നിട്ടാണ് ഇത് ചെയ്യാതിരുന്നത്. ഞാൻ വന്ന ഉടനെ എനിക്ക് സാരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഊരി മാറ്റി ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് കിടന്നുറങ്ങി, ഫുഡും കഴിച്ചിട്ട്. അപ്പം അന്നേരം ഞാൻ അന്നേരം ഇട്ട മാലയാണ് ഇപ്പോഴും ഇട്ടേക്കുന്നത്. ഞാനത് ഊരിയില്ല, മറന്നുപോയി. ഞാൻ പിന്നെ കുറച്ച് മിനിറ്റ് വൈകിട്ട് ആണ് ഞാൻ ഈ ഇട്ടേക്കുന്ന കാര്യം ശ്രദ്ധിച്ചത്, ഓർത്തില്ല. പിന്നെ മടിയായി. പിന്നെ ഞാൻ രാത്രിയിലാണ് ആ മാല ഊരി വെച്ചത്. കുഞ്ഞാപ്പി എൻ്റെ അടുത്തിരുന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഇതേത് കളറാ, അങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ എൻ്റെ പേനതാന്നൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അവർക്ക് കളറ് കൊടുത്തിട്ട് നിർത്തിയേക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ കഴിച്ച് ഇത് എൻ്റെ 4ാമത്തെ സംതിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അതിന് മുമ്പൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു റൈറ്റിംഗ് ആയിരുന്നു, ഫോളോ യുവർ ഡ്രീം, അങ്ങനെ തന്നെ ഞാൻ ചെയ്തത്. പിന്നെ എൻ്റെ കുഞ്ഞാപ്പിയുടെയും കൈ വെച്ചിട്ട് ചെയ്തു. കൈ വെച്ച് ഇങ്ങനെ രണ്ടുപേരും കൈ ഇങ്ങനെ വരച്ചിട്ട് ബിഗ് സിസ്റ്റർ സ്മോൾ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. പിന്നീട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കുറവായിരുന്നു. ഞാനൊരു വലിയ ഫ്ലവർ അകത്താക്കാനായിരുന്നു പക്ഷേ ഇങ്ങനെ നോക്കിയത്. പക്ഷെ അത് ഫ്ലോപ്പായി. ഞാൻ വലിയ ഫ്ലവർ ആയിരുന്നു, ഞാനത് കുഞ്ഞ് ഫ്ലവർ ആക്കിയപ്പോൾ എനിക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. നേരെ പിന്നെ ഞാനതൊരു ഒരു ഡ്രോയിങ് ആക്കി മാറ്റി. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും വന്നില്ല. ഫുൾ കളറൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേഡൊക്കെ ആയി. പക്ഷേ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ചെയ്ത എല്ലാ സ്റ്റിച്ച് ചെയ്തതും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ്. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ദിവസമാണ് ഈ ഫ്ലാഗ് ഫുള്ള് തുന്നി തീർന്നു. രാത്രിയിലൊക്കെ ഇരുന്നാണ് ഞാൻ തുന്നിയത്. ഒരു ഈവനിങ് ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ, ഒരു 5 ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ രാത്രി ഇത് തീർത്തു. പിന്നെ അതിനകത്ത് ഫുള്ള് എൻ്റെ കയ്യിൽ തുന്നാൻ, അകം ഫുള്ള് ഫില്ല് ചെയ്യാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു, ത്രെഡ് ഇല്ലായിരുന്നു, തീർന്നു പോയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ ത്രെഡ് വെച്ച് കൊടുത്തിട്ട് അകത്ത് ഞാൻ കളർ ചെയ്യാണ്. പിന്നെ നടുക്ക് വരുന്ന വൈറ്റ്, അവിടെ വൈറ്റ് ഒന്നും അടിച്ചില്ല, ഞാനൊന്നും അടിച്ചില്ല, പ്ലെയിൻ ആക്കിയിട്ടിട്ട് ബ്ലൂ കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ പിറ്റേ ദിവസമായി. അന്നേരം ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ അതിൻ്റെ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ ഹൂപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഫുള്ളിങ്ങനെ റൗണ്ട് തുന്നി കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ
ഇതല്ല ഞാൻ വെച്ചത്, ഒരു ബോക്സിനകത്തായിരുന്നു. അന്നേരം അതെല്ലാം കൂടെ കിടന്ന് ഭയങ്കരമായിട്ട് കുരുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ലാതെ കിട്ടിയതുകൊണ്ട് ഇതാണ് ഞാൻ ചെയ്തത്. പിന്നെ അവിടെ സൈഡിൽ ഒരു ഹാർട്ടൊക്കെ കൊടുത്തു. ഇതാണ് ഞാൻ ചെയ്തത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ബൈ.